ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. ഒന്നാമതായി, സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുടെ പെൻഷൻ പട്ടികയിലെ ഡാറ്റ ശുദ്ധീകരണ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഔദ്യോഗിക പോർട്ടലായ സേവന സോഫ്റ്റ്വെയറിൽ പെൻഷൻ ഗുണഭോക്താക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ പിശകുണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രേഖകൾ ഹാജരാക്കി തിരുത്തലുകൾ വരുത്തി കൃത്യത വരുത്തണമെന്നാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. പെൻഷൻ ഡേറ്റ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ വിവരങ്ങൾ പരിശോധിച്ച് പിശകുകൾ തിരുത്തുവാനും ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തിയാക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനന തീയതി തെറ്റായി രേഖപ്പെടുത്തിയത് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. സേവന വെബ്സൈറ്റിലെ വിവരങ്ങളിൽ തെറ്റുള്ള ഗുണഭോക്താക്കൾ മാത്രമേ രേഖകൾ ഹാജരാക്കേണ്ടതായുള്ളൂ എന്നും ഇക്കാരണത്താൽ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് മുടങ്ങുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ പെൻഷൻ രേഖകളിൽ പേരിലോ ജനന തീയതിയിലോ തെറ്റുള്ളവർക്ക് ശരിയായ രേഖ അവരവരുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഏതെന്ന് വെച്ചാൽ അവിടെ നൽകി തിരുത്താവുന്നതാണ്. നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ആർക്കും തെറ്റുകളുടെ കാരണത്താൽ പെൻഷൻ മുടങ്ങുന്നതുമല്ല. പെൻഷൻ ഡാറ്റ ഏറ്റവും കൃത്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി നടത്തുന്നത്. അടുത്തതായി, സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിരവധി മാസങ്ങളുടെ പെൻഷനാണ് സർക്കാർ ഇപ്പോൾ കുടിശ്ശിക ആക്കിയിരിക്കുന്നത്. ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ആയതോടെ ഓരോരുത്തർക്കും 8,000 രൂപ വീതമാണ് ഇനി ലഭിക്കേണ്ടത്. ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ മുടക്കം കൂടാതെ മാസാവസാനം വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിരുന്നതാണ്. ഈസ്റ്റർ, വിഷു പശ്ചാത്തലത്തിൽ 2 മാസത്തെ പെൻഷൻ തുകയായി 3,200 രൂപ ഏപ്രിലിൽ സർക്കാർ വിതരണം ചെയ്തിരുന്നു. എങ്കിലും അത് 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനായിരുന്നു. എന്നാൽ മെയ് മാസത്തിലെ 1 മാസത്തെ പെൻഷൻ തുകയായ 1,600 രൂപ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്ന അറിയിപ്പാണ് ഒടുവിലായി എത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധി സർക്കാർ ഈ മാസം നേരിടുന്നത് കൊണ്ടാണ് 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിട്ടും 1 മാസത്തെ പെൻഷൻ മാത്രം നൽകുന്നത്. ഒരു വർഷത്തിൽ സർക്കാർ സർവീസുകളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരിൽ പകുതിയിലധികവും ഈ മെയ് 31 റിട്ടയർ ചെയ്യും. ഏകദേശം 15,000 പേരാണ് സർക്കാർ സർവീസിൽ നിന്നും ഈ മാസം ഒടുവിൽ വിരമിക്കുന്നത്. ഇവരുടെ വിരമിക്കൽ ആനുകൂല്യമായി 7,500 കോടി രൂപ മെയ് ജൂൺ മാസങ്ങളിലായി സർക്കാരിന് നൽകേണ്ടതുണ്ട്. ഒഴിവാക്കാനാവാത്ത ഈ ചിലവുകൾക്കുള്ള ഫണ്ട് കണ്ടെത്തുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. അതിനാലാണ് മെയ് മാസത്തിൽ കേവലം 1 മാസത്തെ പെൻഷൻ മാത്രം വിതരണം ഉണ്ടാകുന്നത്. മെയ് മാസത്തിലെ വിതരണ തീയതി മെയ് 20 ശേഷമേ കൃത്യമായി ഉണ്ടാവൂ എന്നാണ് പെൻഷൻ വിതരണ കമ്പനിയായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ. വിതരണ തീയതി പോലുള്ള വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക.